നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം സെൻട്രൽ മാണിയാട്ട് സമാപിച്ചു. പ്രതിനിധികളിൽ നിന്ന് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കായി പിരിച്ചെടുത്ത തുക സമ്മേളന വേദിയിൽ വെച്ച് കൈമാറി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടുന്ന പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. മാണിയാട്ട് സെൻട്രലിൽ വെച്ച് നടത്തിയ സമ്മേളനം യൂണിയൻ കാസർഗോഡ് ജില്ലാ ട്രഷറർ T. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകൾ ഡൽഹിയിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ, ജാർഖണ്ഡിൽ, ഉത്തരാഖണ്ഡിൽ ഉൾപ്പെടെയുള്ള 12ഓളം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും BJPയും ഏറ്റുമുട്ടിയിടങ്ങളിൽ അവർക്ക് കാര്യമായ സീറ്റ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയും. ഇത്തരമൊരു സാഹചര്യം പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ പ്രസക്തിയല്ല, ജനാധിപത്യ കൂട്ടായ്മയുടെയും പ്രാദേശിക ജനാധിപത്യ സംവിധാനത്തിന്റെയും ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചടങ്ങിൽ E. കൃഷ്ണൻ അധ്യക്ഷനായി. KV പവിത്രൻ പ്രവർത്തന റിപ്പോർട്ടും CB രാധാകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KV ജനാർദ്ദനൻ, M. അമ്പുഞ്ഞി, MB കോമൻ നമ്പ്യാർ, MB സുകുമാരൻ, P. വിജയൻ, P. കുഞ്ഞിക്കണ്ണൻ, PA റഹ്മാൻ, C. നാരായണൻ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാൻ K. മോഹനൻ സ്വാഗതവും K. നാരായണൻ നന്ദിയും പറഞ്ഞു. യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി K. ഗോപിയെ പ്രസിഡന്റായും KV പവിത്രനെ സെക്രട്ടറിയായും CB രാധാകൃഷ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു. വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കായി പ്രതിനിധികളിൽ നിന്നും പിരിച്ചെടുത്ത തുകയും സമ്മേളന വേദിയിൽ വെച്ച് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.